സീറോ മലബാർ സഭയിൽ സമവായ കുർബാന അനുവദിച്ചു കൊടുത്തത് സ്ഥിരം സിനഡും. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിന്നിരുന്ന ഏകീകൃത കുർബാന വിഷയത്തിൽ രൂപത കൊണ്ട് സമവായ നിർദ്ദേശങ്ങൾ നൽകിയത് സ്ഥിരം സിനഡാണോ എന്ന് സിനഡ് പിതാക്കന്മാർ നിലപാട് വ്യക്തമാക്കണം. സമവായ കുർബാന അനുവദിച്ചു കൊടുക്കുന്നത് സ്ഥിരം സിനഡ് പിതാക്കന്മാർ ആണ് എന്നുള്ള വിവാദങ്ങൾ സീറോ മലബാർ സഭയിൽ ആളിപ്പടരുകയാണ്. പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട്, തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത്, തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ ജോസഫ് പാംബ്ലാനി, കോട്ടയം അതിരൂപത അധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് എന്നിവരാണ് പെർമനന്റ് സിനഡ് അംഗങ്ങൾ. എറണാകുളത്ത് സമവായ കുർബാന അനുവദിച്ചത് പെർമനന്റ് സിനഡ് ആണെങ്കിൽ അവർ മാർപ്പാപ്പയുടെ കൽപ്പനകൾ ലംഘിച്ചു. സാധാരണ ഭരണകാര്യങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളിലും മേജർ ആർച്ച് ബിഷപ്പിനെ സഹായിക്കുന്ന സമിതിയാണ് സ്ഥിരം സിനഡ്. മേജർ ആർച്ച് ബിഷപ്പ് അധ്യക്ഷനായ സ്ഥിരം സിനഡിൽ അദ്ദേഹം ഉൾപ്പെടെ 5 പിതാക്കന്മാരാണ് ഉണ്ടാകുക. ഈ പിതാക്കന്മാർ സമവായ കുർബാന അനുവദിച്ചത് എന്തിനാണ് എന്ന് സഭയോട് തുറന്നു പറയുക തന്നെ വേണം. ഇതിനെല്ലാം പിന്നിൽ മാർ പാംബ്ലാനിയുടെ കരങ്ങളാണ് എന്നാണ് പുറത്തു വരുന്ന സൂചനകൾ. എന്നാൽ പാംബ്ലാനിയുടെ മനക്കോട്ടകൾ തകർന്നടിയുക തന്നെ ചെയ്യും. പാംബ്ലാനി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് തൻ്റെ കുതന്ത്രങ്ങളിലൂടെ തട്ടിലിനെ താഴെയിറക്കി മറ്റു മെത്രാന്മാരെ സ്വാധീനിച്ച് മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം കരസ്ഥമാക്കി സാവകാശം കർദിനാൾ പദവി തൻ്റെ സ്വതസിദ്ധമായ രീതിയിൽ നേടിയെടുത്ത് ലയോ 14 മാർപ്പാപ്പയ്ക്ക് ശേഷം മറ്റ് കർദിനാൾമാരെ ഉപയോഗിച്ച് ഇതേ തന്ത്രം ഉപയോഗിച്ച് അടുത്ത മാർപ്പാപ്പയാകുക എന്നുള്ളതാണ്. തനി രാഷ്ട്രീയ തന്ത്രം അവിടെയും പയറ്റി നോക്കാമെന്നുള്ള കണക്കുകൂട്ടലുകളാണ്. പക്ഷെ ഈ ദിവാസ്വപ്നങ്ങൾ തകർന്നു പോകുക തന്നെ ചെയ്യും. അവസാനം താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും, താൻ വെച്ച കണിയിൽ താൻ തന്നെ വീഴും. ഈ തിരിച്ചറിവ് മാർ പാംബ്ലാനിക്ക് ഉണ്ടാകട്ടെ എന്നാണ് വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നത്. സിനഡിനൊപ്പം ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിലപാടെടുത്ത വിശ്വാസികൾ കൂടുതൽ വഞ്ചിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സത്യത്തിൽ ഈ മേജർ ആർച്ച് ബിഷപ്പ് മാർ തട്ടിലിനും വികാരി മാർ പാംബ്ലാനിക്കും അവരുടെ അജ്ഞതയും ദുർബലതയും തുറന്നു പറഞ്ഞ് രാജിവെച്ച് പിന്മാറാം. അവർ ക്രിസ്തുവിന്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ എറണാകുളം അതിരൂപതയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപടി എടുക്കണമായിരുന്നു. ഇവർ കപട വേഷധാരികളാണ് എന്ന് വിശ്വാസികൾ ഒന്നടങ്കം അഭിപ്രായപ്പെടുകയാണ്. അല്ലായിരുന്നുവെങ്കിൽ ഇവർ അസ്വസ്ഥത ഉളവാക്കുന്ന സമവായത്തിൽ ഒപ്പ് വെക്കില്ലായിരുന്നു. അപ്പോൾ ഇവർ സഭയുടെ നാശം ആഗ്രഹിക്കുന്നവരാണ് എന്നാണ് വിശ്വാസികൾ പറയുന്നത്.